മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 14-ാമത്തെ വാക്യം. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. അതായത് വിളിക്കപ്പെട്ടവരുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട്. വിളിക്കപ്പെട്ടത് വലിയൊരു കൂട്ടം, തിരഞ്ഞെടുക്കപ്പെട്ടത് ചെറിയ കൂട്ടം. ആമേൻ. വിളി എന്ന് പറയുമ്പോൾ ദ കോളിംഗ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ വിളി, 3-4 പ്രത്യേകതകൾ ആ ദൈവികമായ വിളിക്കുണ്ട്. ഒരു മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പർപ്പസാണ് ആ വിളിയിൽ ആമേൻ അത് സൂചിപ്പിക്കുന്നത്. ഒരു മനുഷ്യനെ കർത്താവ് ഏത് ജോലിക്കാണോ വിളിക്കുന്നത്, അവനെ വിളിക്കുന്നതിന് മുൻപ് അവൻ്റെ അകത്ത് ചില അതിനെക്കുറിച്ചുള്ളതായ ആഗ്രഹം ദൈവം നൽകുകയാണ്. ഒരു ജോലിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയെക്കുറിച്ചുള്ള ഒരു ആഗ്രഹം ദൈവം നൽകുന്നു. 2, അതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ദൈവം തരുന്നു. അത് ചെയ്യേണ്ട ഒരു താലന്ത് ദൈവം കൊടുക്കുന്നു. 4, അതിനുള്ള അഭിഷേകം കൊടുക്കുന്നു. അങ്ങനെയെങ്കിൽ വിളിയെന്ന് പറയുന്നത് അതൊരു താലന്താണ്. വിളിയെന്ന് പറയുന്നത് ഒരു അഭിഷേകമാണ്. വിളിയെന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ നിയോഗമാണ്. ആമേൻ. അതൊരു ഹൃദയത്തിലെ ആഗ്രഹവുമായി തീരട്ടെ. എന്നാൽ ഇവിടെ പറയപ്പെടുന്ന ഒരു വിളി എന്ന് പറയുന്നത് പൊതുവായി ദൈവരാജ്യത്തിലേക്കുള്ള ഒരു വിളിയാണ്. ആമേൻ. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ ഏവരും എൻ്റെ അടുക്കിലേക്ക് കടന്നു വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അതെ, ആമേൻ. കർത്താവ് വിളിക്കുകയാണ്. അധ്വാനിക്കുന്നവരെ വിളിക്കുന്നു, ഭാരം ചുമക്കുന്നവരെ വിളിക്കുന്നു, ലോകത്തിൻ്റെ വിവിധമായ വിഷയത്തിൻ്റെ നടുവിലായിരിക്കുന്നവരെ വിളിക്കുന്നു. അത് ആമേൻ പൊതുവായി രക്ഷയിലേക്കുള്ള ഒരു വിളിയാണ്. എന്നാൽ ഇവിടെ നാം വായിക്കുന്നതായ സംഭവത്തിൻ്റെ പശ്ചാത്തലം 22-ാം അധ്യായം 1-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യേശു പിന്നെയും അവരോട് ഉപമകളായി കർത്താവായ യേശു ക്രിസ്തു ഉപമകളായി തൻ്റെ ശിഷ്യന്മാരോട്, യഹൂദന്മാരോട് സംസാരിക്കുവാനിടയായി. എന്തുകൊണ്ട്? ചില കാതലായ സത്യങ്ങളെ വെളിപ്പെടുത്തണമെങ്കിൽ അതിന് ഒരു ഇല്ലുസ്ട്രേഷൻ, അതിനൊരു സംഭവകഥ, അതിന് ഒരു നിഴലായ ഒരു കാര്യം പറയണം. ഇവിടെ അവൻ നടക്കുവാൻ പോകുന്ന, ഇനി ഈ വരുവാനുള്ള കാലഘട്ടത്തിൽ നടക്കുവാൻ പോകുന്ന കർത്താവിനെ ക്രൂശീകരണം, യേശുവിനിൽ കൂടെ ലഭിക്കുവാൻ പോകുന്ന രക്ഷയെക്കുറിച്ച് വെളിപ്പെടുത്തേണ്ടതിന് ഒരു ഉപമ അവരോട് പറഞ്ഞു. സ്വർഗരാജ്യം തന്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് കല്യാണ സദ്യ ഒരുക്കിയ ഒരു രാജാവിന് സദൃശ്യമാണ്. അതായത് കല്യാണത്തിന് വേണ്ടി സദ്യ ഒരുക്കുന്നു, കല്യാണത്തിന് വേണ്ടി ഏർപ്പാടുകളെ രാജാവ് ചെയ്യുന്നു. അവൻ എങ്ങനെയെങ്കിൽ ഒരു രാജാവിൻ്റെ മകൻ്റെ കല്യാണമാണ്. ഒരു രാജാവിൻ്റെ മകൻ്റെ കല്യാണം ആഡംബരമുള്ളതായിരിക്കും. രാജാവിൻ്റെ മകൻ്റെ കല്യാണത്തിന് ഒരു കുറവുമില്ലാതെ എല്ലാവിധമായ ആഹാര പദാർത്ഥങ്ങളും അവിടെ ആമേൻ വിളമ്പുന്നതായിരിക്കും. അത് മാത്രമല്ല, അത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നായിരിക്കും. ആ കല്യാണത്തിൽ ക്ഷണം കിട്ടണം, കല്യാണത്തിൽ പങ്കെടുക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും. അങ്ങനെയെങ്കിൽ ഈ കല്യാണത്തിൽ ആരെയായിരിക്കും വിളിക്കുന്നത്? രാജാവിൻ്റെ മകൻ്റെ കല്യാണമെങ്കിൽ രാജാവിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളായിരിക്കും ഒന്നാമത് വിളിക്കപ്പെടുന്നവർ. അയൽ രാജ്യങ്ങളിലുള്ളവരായിരിക്കും വിളിക്കപ്പെടുന്നവർ. ഇനിയും പറഞ്ഞാൽ മന്ത്രിമാരായിരിക്കാം, റോയൽ പീപ്പിളായിരിക്കും, അവർ ബഹുമാനമുള്ളവരായിരിക്കും, അവർ ധനവാന്മാരായിരിക്കും, അവർ യോഗ്യത ഉള്ളവരായിരിക്കും. യോഗ്യതയില്ലാത്ത, അർഹതയില്ലാത്ത ആരെയും രാജാവ് തൻ്റെ കല്യാണത്തിന് വേണ്ടി വിളിക്കത്തില്ല. അങ്ങനെ ഇപ്പോൾ തൻ്റെ ഭടന്മാർ പോയി യോഗ്യത ഉള്ളവരെയും അർഹതപ്പെട്ടവരെയും ആ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ, രാജാവിൻ്റെ സ്റ്റേറ്റസിന് ഭംഗം വരാത്ത നിലയിലുള്ള ഒരു കൂട്ടം പേരെ വിളിച്ചു. വിളിക്കപ്പെട്ട ദിവസത്തിൽ കല്യാണത്തിന് വേണ്ടി സകലതും ഒരുക്കിയപ്പോൾ രണ്ടാമത് ആ ഭടന്മാരെ അയച്ചിട്ട് രാജാവ് അവർക്ക് വീണ്ടും ഒരു സന്ദേശം കൊടുക്കുകയാണ്. കല്യാണത്തിന് വേണ്ടിയുള്ള സകലതും ഒരുക്കി കഴിഞ്ഞു, നിങ്ങൾ വന്നാൽ മാത്രം മതി, നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. എന്നാൽ ദുഃഖകരമായ ഒരു സംഭവം അവിടെ നടക്കുന്നു. അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു. അവർക്കോ വരുവാൻ മനസ്സായില്ല. 1-ാമത് കൂട്ടം ദൈവത്തിൻ്റെ ആ പുത്രന്റെ കല്യാണത്തിന് വേണ്ടി വരുവാൻ മനസ്സില്ലാത്ത കൂട്ടം. എന്താ മനസ്സില്ല എന്ന് പറഞ്ഞത്? അവർക്ക് സാഹചര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നല്ലതായിരുന്നു. സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവർക്ക് വരുവാനുള്ള വാഹനങ്ങൾ ഉണ്ടായിരുന്നു,
വരുവാനുള്ള സമയമുണ്ടായിരുന്നു, വരുവാനുള്ള അവസരമുണ്ടായിരുന്നു. എന്നാൽ അവർക്ക് രാജാവിൻ്റെ ആ കല്യാണത്തിലേക്ക് വരുവാൻ മനസ്സില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം ഇന്നും സംസാരിക്കുന്നു. ഇന്നും തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, വിശുദ്ധ ജീവിതത്തിന് വേണ്ടി, സ്വർഗരാജ്യത്തിനു വേണ്ടി അവകാശികളാകുവാൻ പലരെയും ദൈവം വിളിക്കുകയാണ്. ഈ ടി വിയിൽ കൂടെ വിളിക്കുന്നു, യൂട്യൂബിൽ കൂടെ വിളിക്കുന്നു, എന്തിന് കവലകളിൽ പ്രസംഗിക്കുന്ന ദൈവദാസന്മാരിൽ കൂടെ കർത്താവ് വിളിക്കുകയാണ്. ആ കുഞ്ഞാടിൻ്റെ കല്യാണ ദിവസം അടുത്തിരിക്കുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുവാനുള്ള സമയമായി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അർഹതപ്പെട്ട ഒരു കൂട്ടത്തിന് മനസ്സില്ല. ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, താങ്കൾക്ക് മനസ്സുണ്ടോ ദൈവത്തെ ആരാധിക്കുവാൻ? മനസ്സുണ്ടോ ദൈവരാജ്യത്തിലേക്ക് പോകുവാൻ? താങ്കളുടെ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവർക്ക് ദൈവസന്നിധിയിലേക്ക് വരണമെന്നുള്ള മനസ്സുണ്ടോ? ഹൃദയത്തിൽ ഒരു ഒരുക്കം വേണം, ഹൃദയത്തിൽ ഒരു ആഗ്രഹം വേണം. അവർക്ക് മനസ്സില്ലാതെ പോയി. ക്ഷണിക്കപ്പെട്ട യോഗ്യരെന്ന് കരുതപ്പെട്ട പലർക്കും മനസ്സില്ലായി. അതാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വ്യക്തമായി പറയപ്പെട്ടത്. അവൻ തനിക്ക് സ്വന്തമായവർക്ക് വേണ്ടി വന്നു, അതായത് യഹൂദന്മാർക്ക് വേണ്ടി. യഹൂദന്മാരിൽ ഒരുവനായി കർത്താവായ യേശു ജനിച്ചു. എന്നാൽ യഹൂദന്മാർക്കോ ആ ക്ഷണം സ്വീകരിക്കുവാൻ മനസ്സില്ലാതെ യേശുവിനെ അവർ തള്ളിക്കളഞ്ഞു. 5-ാമത് വാക്യം, അവർ അത് കൂട്ടാക്കാതെ ഒരുത്തൻ തന്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ തന്റെ വ്യാപാരത്തിനും പോയി കളഞ്ഞു. ഒരു കൂട്ടർക്ക് ദൈവത്തിന്റെ വിളി അതിനെ അനുസരിക്കുവാൻ മനസ്സില്ലാതെ പോയി. മറ്റൊരു കൂട്ടർ ദൈവത്തിന്റെ വിളി കേട്ടിട്ട് അത് കൂട്ടാക്കാതെ they neglected the calling of God. ഇന്നും പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ശബ്ദം, ദൈവം നമ്മോട് സംസാരിക്കുന്നത് നാം അത് തള്ളിക്കളയുകയാണോ? അവരതിനെ കൂട്ടാക്കാതെ തങ്ങളുടെ ജോലി ചെയ്യുവാൻ, കാളയെ മേയ്ക്കുവാൻ, വയലിൽ അധ്വാനിക്കുവാൻ, വ്യാപാരം ചെയ്യുവാൻ, പണം സമ്പാദിക്കുവാൻ ലോകത്തിന് പുറകെ അവർ ഓടുന്നവരായി തീർന്നു. കല്യാണ സദ്യ ഒരുക്കിയിരിക്കുകയാണ്, സകലതും ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അവരുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടായി കാണാം, ഞാൻ പോയില്ലെങ്കിൽ ഈ കല്യാണം എങ്ങനെ നടക്കുമെന്ന് എനിക്ക് കാണണം, ഈ കല്യാണത്തെ മുടക്കണം, അല്ലെങ്കിൽ രാജാവിന് അപമാനമുണ്ടാക്കണം എന്നൊക്കെ അവർ ചിന്തിച്ചിട്ടുണ്ടാകാം. ഒരു കൂട്ടർക്ക് മനസ്സില്ല. എന്നാൽ 2-ാമത് കൂട്ടർ ആ ദൈവികമായ വിളിയെ, ദൈവത്തിൻ്റെ ആ ഉത്തരവാദിത്തത്തെ അവർ നെഗ്ലക്റ്റ് ചെയ്തു, അതിനെ നിരസിച്ചു, തള്ളിക്കളഞ്ഞു. 8-ാമത്തെ വാക്യത്തിൽ അതിനേക്കാൾ മോശമായ ഒരു കൂട്ടം, ശേഷമുള്ളവർ അവന്റെ ദാസന്മാരെ പിടിച്ചു അപമാനിച്ചു കൊന്നുകളഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിൽ, കേരളത്തിൽ, ലോക രാജ്യങ്ങളിൽ ഇന്നും അത് സംഭവിക്കുകയല്ലേ? ദൈവവചനം വിളിച്ചു പറയുന്ന പലരെയും ഇന്ന് ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം, അവരെ കൊന്നുകളയുന്ന കൂട്ടം ഈ വിളിയെ നിരസിച്ചു കൊണ്ടിരിക്കുകയാണ്. പലരെയും ദൈവം അന്വേഷിച്ചു, അവർക്ക് വേണ്ടി തൻ്റെ വേലക്കാരെ അയച്ചു, ശുശ്രൂഷക്കാരെ അയച്ചു. ആരെ ഞാൻ അയക്കേണ്ടത്, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് പറഞ്ഞ ശബ്ദം കേട്ടിറങ്ങിയ ദൈവത്തിൻ്റെ ദാസന്മാർ ഗ്രാമങ്ങളിൽ നടക്കുകയാണ്, പട്ടണങ്ങളിൽ നടക്കുകയാണ്. തെരുക്കോടികളിൽ നിന്നിട്ട് യേശുവിനെ ഉയർത്തി സംസാരിക്കുമ്പോൾ ആ യേശുവിൻ്റെ ശബ്ദം മനസ്സിലാക്കാതെ ചിലർ അവരെ ഉപദ്രവിക്കുന്നു, ചിലർ അതിനെ ഹല്ലേലൂയ തള്ളിക്കളയുന്നു, ചിലർ അതിനെ കൂട്ടാക്കിയില്ല. എന്നാൽ ചിലരോ അവൻ്റെ ദാസന്മാരെ അപമാനിച്ചു, കൊന്നുകളഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഈ പകൽക്കാലം പറയട്ടെ, നാം ഏത് കൂട്ടത്തിലാണ്? വിളിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണോ? വിളിക്കപ്പെട്ട പലരും, കർത്താവിൻ്റെ രാജ്യത്തിന് അവകാശപ്പെട്ട പലരും ഈ കാലഘട്ടത്തിൽ വിളിയെ മനസ്സിലാക്കാതെ ദൈവത്തിൻ്റെ പദ്ധതിയെ, ദൈവത്തിൻ്റെ കാര്യങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിളിക്കപ്പെട്ടവർ അർഹതയില്ലാത്തവരായി പോയി, വിളിക്കപ്പെട്ടവർ നിരക്ഷിച്ചവരായി മാറിപ്പോയി, വിളിക്കപ്പെട്ടവർ കൂട്ടാക്കാത്തവരായി പോയി, വിളിക്കപ്പെട്ടവർ ദാസന്മാരെ അപമാനിച്ചവരായി, കൊന്നുകളഞ്ഞവരായി മാറി. എന്നാൽ രാജാവ് അടുത്ത വാക്യത്തിൽ പ്രകാരം പറയുവാനിടയായി. 10-ാമത് വാക്യം, ആ ദാസന്മാർ പെരുവഴികളിൽ പോയി, രാജാവ് പറഞ്ഞു, നിങ്ങൾ പെരുവഴികളിൽ ചെല്ലണം, നിങ്ങൾ പോയി കാണുന്നവരൊക്കെയും വിളിക്കണം.
അതെ, അർഹതപ്പെട്ടവരും യോഗ്യതയുള്ളവരും പലരും ദൈവത്തിൻ്റെ സഭയ്ക്കകത്ത് ദൈവത്തിൻ്റെ രാജ്യത്തിനു വേണ്ടി, ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ചുമല് കൊടുക്കുവാൻ കടന്നു വരുവാൻ കഴിയാതിരുന്ന സാഹചര്യത്തിൽ തൻ്റെ ദാസന്മാരെ അയച്ചിട്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ പെരുവഴികളിൽ പോകുക. 10ാമത് വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, ദാസന്മാർ ചെന്നു പെരുവഴികളിൽ നിൽക്കുന്നവർ, കടത്തിണ്ണകളിൽ നിൽക്കുന്നവർ, ജോലിയൊന്നുമില്ലാതിരിക്കുന്നവർ. അടുത്ത് പറയുന്ന ഒരു വാക്യമാണ്, നല്ലവരായവരെയും കണ്ട ദുഷ്ടന്മാരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു ചോദ്യം, നാം നല്ലവരായതുകൊണ്ടാണോ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത്? അർഹതപ്പെട്ട പലരും ദൈവവചനം സ്വീകരിക്കാതിരുന്നപ്പോൾ, യോഗ്യതയുള്ള പലരും ദൈവരാജ്യത്തിന് പുറമേ ഇരുന്നപ്പോൾ, ഒരു യോഗ്യതയുമില്ലാത്ത, ഒരു അർഹതയുമില്ലാത്ത നമ്മെ കർത്താവ് തൻ്റെ സഭയ്ക്കകത്ത് ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ രാജ്യം പണിയേണ്ടതിന് ദൈവം കൊണ്ടുവച്ചു. അതാണ് പാട്ടുകാരൻ പാടിയത്, എന്നെ തെരഞ്ഞെടുക്കുവാൻ, എന്നെ മാനിക്കുവാൻ എന്നിൽ എന്ത് യോഗ്യത കണ്ടു. അതേ പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ 15:16 കർത്താവായ യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടല്ല കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തത്, നമ്മുടെ നിറം കൊണ്ടല്ല ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്, നമ്മുടെ കഴിവുകൾ കൊണ്ടല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്, നമ്മുടെ പണമോ സ്ഥാനങ്ങളോ കണ്ടിട്ടല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. എന്തിന്? നമുക്കുള്ളതായ ആരോഗ്യം കണ്ടിട്ടല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. ഒന്നുമില്ലാതെ പെരുവഴികളിൽ ആർക്കും വേണ്ടാത്തവരായി, മനുഷ്യരാൽ തള്ളപ്പെട്ടവരായി, ലോകത്തിന് വേണ്ടാത്തവരായി, സ്വന്തം ബന്ധങ്ങൾക്ക് വേണ്ടാത്തവരായിരിക്കുന്നവരെ കർത്താവ് ഈ സ്ഥാനത്തിലേക്ക് കൊണ്ടുവരുവാനിടയായി. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന മാന്യ സഹോദരിയെ, സഹോദര, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവിൽ താങ്കളോട് ഒരു ദൂത് പറയട്ടെ. താങ്കളെ സ്നേഹിക്കുവാൻ ഈ ലോകത്തിൽ ആരുമില്ലായിരിക്കാം. താങ്കളെ ഒരു ദിവസം കരുതിയവർ ഇന്ന് ഉപേക്ഷിച്ച്, താങ്കൾ കൊള്ളാത്ത മനുഷ്യനാണ്, ഈ മനുഷ്യനെ കൊണ്ട്, ഈ വ്യക്തിയെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് തള്ളിക്കളയപ്പെട്ടവരായിരിക്കാം. ഇന്ന് മനുഷ്യരാൽ തള്ളപ്പെട്ടവരായി, ആർക്കും വേണ്ടാത്തവരായി, ഒറ്റപ്പെടുത്തപ്പെട്ട ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നവരാണോ? ഒരു വാക്യം പറയട്ടെ. സങ്കീർത്തനക്കാരന് പ്രകാരം പറഞ്ഞു, മനുഷ്യർ തള്ളിയ കല്ല് തലയ്ക്ക് മൂലക്കല്ലായി ദൈവം മാറ്റി. തള്ളപ്പെട്ടതിനെ ഉപയോഗിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. മനുഷ്യർക്ക് വേണ്ടാത്തത് ദൈവത്തിന് വേണം. ഒരു കഴുത ബന്ധിക്കപ്പെട്ട് ബത്താനിയ എന്ന ഗ്രാമത്തിലേക്ക് കെട്ടപ്പെട്ട് കിടക്കുമ്പോൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ 2 പേരെ അയച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ആ ഇരുവഴി ചന്തയിൽ ചെല്ലുമ്പോൾ അവിടെ കെട്ടപ്പെട്ടിരിക്കുന്ന കഴുതയെ കാണും. ആരെങ്കിലും നിങ്ങളോട് എന്തിനെന്ന് ചോദിച്ചാൽ, അത് ഈ അടിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ യേശുവിന് വേണമെന്ന് പറയണം. പ്രിയപ്പെട്ടവരെ, ഒരു കഴുതയെ പോലെ യാതൊരു യോഗ്യതയും മാനവുമില്ലാതിരുന്ന നമ്മെ ഏതോ ഒരു മാധ്യമത്തിൽ കൂടെ, അല്ലെങ്കിൽ ഏതോ ഒരു ദൈവദാസനെ പറഞ്ഞയച്ചു, ആരുടെയോ ഒരു പ്രാർത്ഥനയിൽ നമ്മെ കർത്താവ് വിടുവിച്ചു, ദൈവത്തിൻ്റെ സഭയ്ക്കകത്ത് ആക്കി വച്ചിരിക്കുന്നെങ്കിൽ നാം നന്ദിയുള്ളവരായി തീരണം. നാം നന്ദിയുള്ളവരായി തീരണം. ദൈവത്തെ സ്തുതിക്കുന്നവരായി തീരണം. പ്രിയ പൈതലേ, ഈ പകൽക്കാലം കേൾക്കുന്ന ദൂത് നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്താൽ തട്ടി ഉണർത്തപ്പെടുന്ന ഒരു ചിന്തയായി മാറണം. വിളിക്കപ്പെട്ടവർ അവർ കൂട്ടാക്കാതെ പോയപ്പോൾ, വിളിക്കപ്പെട്ടവർ മറ്റു വേലകൾക്ക് വേണ്ടി പോയപ്പോൾ, വിളിക്കപ്പെട്ടവർ ദാസന്മാരെ അപമാനിച്ചപ്പോൾ, ദൈവം വഴിയോരങ്ങളിലും കടത്തിണ്ണകളിലും അർഹതയില്ലാതെ ഇരുന്ന നല്ലവരും മോശപ്പെട്ടവരുമായ നമ്മെ ദൈവം കല്യാണ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. യഹൂദന്മാരുടെ സിസ്റ്റം അനുസരിച്ച് കല്യാണ സന്ധിക്ക് വരുന്നതിന് മുൻപേ അവർ യോഗ്യമായ ഒരു
ഒരു വസ്ത്രം ഉടുക്കണം. അങ്ങനെയെങ്കിൽ അവൻ കടന്നു വന്നത് ആമേൻ ഹല്ലേലൂയ അർഹതയില്ലാത്ത വസ്ത്രത്തോടെയാണ്, അലങ്കോലമായ വസ്ത്രത്തോടെയാണ്, കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളോടെയാണ്, അഴുക്ക് വസ്ത്രത്തോടെയാണ്. ആമേൻ. എഫെസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലൻ പറയുകയാണ്, പഴയ മനുഷ്യനെ കടഞ്ഞിട്ട് ക്രിസ്തുവിലും അവൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുക. അങ്ങനെയെങ്കിൽ നാം ധരിക്കേണ്ട വസ്ത്രം ഏതാണ്? ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്ന വസ്ത്രമാണ്. നാം ധരിക്കേണ്ട വസ്ത്രം ഏതാണ്? രക്ഷയുടെ വസ്ത്രമാണ്. രക്ഷയുടെ വസ്ത്രത്തെ ദൈവം നമുക്ക് തരികയാണ്. ഈ രക്ഷാവസ്ത്രം പ്രാപിക്കേണ്ടതിന് നാം അധ്വാനിച്ച പൈസ കൊടുത്തില്ല, നാം വില കൊടുത്തില്ല, നാം തയ്യക്കൂലി കൊടുത്തില്ല, അല്ലെങ്കിൽ നാം കടയിൽ പോയി വാങ്ങിയതല്ല. മണവാളനായ യേശു, ആ രാജാതി രാജാവ് സൗജന്യമായി നമുക്ക് നൽകിയതാണ്. സൗജന്യമായി രക്ഷ ദൈവം നൽകി എന്ന് പറഞ്ഞിട്ട് അതിനെ ആമേൻ സൗജന്യമായി ലഭിച്ചതുകൊണ്ട് വില കുറച്ച് കാണരുത്. ഇത് വിലയുള്ളതാണ്. ഈ രക്ഷയുടെ വസ്ത്രം നൽകേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരി ക്രൂസിൽ യാഗമായി തീർന്നു. കുഞ്ഞാടാം യേശുവിൻ്റെ രക്തത്താൽ നമ്മുടെ പാപക്കറകളെ കഴുകി, നമ്മുടെ അകൃത്യങ്ങളെ പൊക്കി, നമ്മെ ശുദ്ധീകരിച്ച് നമ്മുടെ അവൻ്റെ പൈതങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ്. ഇന്ന് രക്ഷയുടെ വസ്ത്രം ദൈവം നമുക്ക് നൽകുന്നു. നീതിയുടെ സാൽവ ദൈവം നമുക്ക് നൽകുന്നു. അഭിഷേകം എന്ന പുതപ്പ് നമുക്ക് നൽകുന്നു. നമ്മുടെ കാലിന് പാദരക്ഷ ദൈവം നൽകുകയാണ്. ആ മുടിയനായ പുത്രൻ സകലതും നശിപ്പിച്ചിട്ട് അപ്പൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നു. അപ്പാ, ഞാൻ സ്വർഗത്തിനും നിനക്ക് മുൻപായി പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ എനിക്ക് അർഹതയില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പൻ അതിനെ കൂട്ടാക്കാതെ അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അവന് പുതിയ വസ്ത്രം കൊടുക്കുവാനിടയായി. പുതിയ ചെരുപ്പ് കൊടുത്തു, കൈക്ക് മോതിരം കൊടുത്തു, അവന് വേണ്ടി വിരുന്നൊരുക്കി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ക്ഷണിക്കപ്പെട്ടവർ, അർഹതയുള്ളവർ ഇത് കൂട്ടാക്കാതെ പോയപ്പോൾ യാതൊരു അർഹതയുമില്ലാതെ നമ്മെ ഈ കല്യാണ വീട്ടിലേക്ക് ദൈവം വിളിച്ചു കൊണ്ടുവരികയാണ്. ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് വേണ്ടതായ കല്യാണ വസ്ത്രവും ദൈവം സൗജന്യമായി നൽകി. ഇപ്പം ആ കല്യാണ സന്ധ്യ മുഴുവനും പുരുഷാരത്തെ കൊണ്ട് നിറഞ്ഞു. അനേക വ്യക്തികൾ വന്നിരിക്കുകയാണ്, നിരനിരയായിരിക്കുകയാണ്. ഒരു ദിവസം നാം സ്വർഗത്തിലേക്ക് പോകുമ്പോൾ വെള്ളയങ്കി ധരിച്ചിരിക്കുന്ന ഒരു കൂട്ടം കയ്യിൽ കുരുത്തോലകളെ പിടിച്ചുകൊണ്ട് ദാവീദ് പുത്രന് ഹോസന്ന എന്ന് പാടുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. അതിനെ വാസ്തവമാക്കിയാണ് കർത്താവ് ഇവിടെ ഈ സംഭവം വിളിച്ചു പറയുന്നത്. അവിടെ ഒരു കൂട്ടം ക്ഷണിക്കപ്പെട്ടവരായി, വിളിക്കപ്പെട്ടവരായി, ആമേൻ, ദൈവ രാജ്യത്തിന് പുറമ്പേ കിടക്കുമ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം അർഹതയില്ലാത്തവർ, യോഗ്യതയില്ലാത്തവർ, കഴിവില്ലാത്തവർ, പേരും പ്രശസ്തിയുമില്ലാത്തവർ കല്യാണ വീട്ടിൻ്റെ അകത്തിരിക്കുകയാണ്. എല്ലാം റെഡിയായി കഴിഞ്ഞപ്പോൾ മണവാളൻ അതിൻ്റെ അകത്തുകൂടെ നടന്നു വരികയാണ്. നടന്നു വരുമ്പോൾ ഒരു വ്യക്തിയെ കണ്ടു. എല്ലാവരും കല്യാണ വസ്ത്രമുള്ളവരായിരിക്കുമ്പോൾ ഒരു വ്യക്തി മാത്രം കല്യാണ വസ്ത്രമില്ലാതിരിക്കുക. രാജാവ് അവനെ നോക്കി ചോദിച്ചു, സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. അകത്ത് എങ്ങനെ വന്നു? എന്നാൽ അവന്റെ വാക്ക് മുട്ടിപ്പോയി. അങ്ങനെയെങ്കിൽ അകത്ത് വന്നപ്പോൾ കല്യാണ വസ്ത്രം കൊടുത്തു, എന്നാൽ അകത്ത് വന്ന് ഇരുന്നതിന് ശേഷം ആ കല്യാണ വസ്ത്രത്തെ അവൻ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ അതിനെ നശിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം നൽകിയ രക്ഷയെ നഷ്ടപ്പെടുത്തി കളയരുത്. കൃപയാൽ ആണ് രക്ഷ നമുക്ക് ദൈവം നൽകിയത്. എഫെസ്യർ 2:8 നാം രക്ഷിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ കൃപ എന്ന ദാനമാണ്. കൃപയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഈ ശ്രേഷ്ഠകരമായ രക്ഷ ദൈവം നമുക്ക് നൽകിയത് കൃപ ഒന്നുകൊണ്ട് മാത്രം. കൃപയാൽ ലഭിച്ച ഇതിനെ നഷ്ടപ്പെടുത്തി കളയരുത്. അവന് അതിനെക്കുറിച്ച് എല്ലാം അറിയാമായിരുന്നു, അതിൻ്റെ മഹത്വം അറിയാമായിരുന്നു. പലർക്കും ലഭിക്കാത്ത ഒരു സാധ്യതയാണ് എനിക്ക് ലഭിച്ചത്.
എനിക്ക് ലഭിച്ച പലരും തള്ളിക്കളഞ്ഞപ്പോൾ വിളിക്കപ്പെട്ടവർ, അർഹതപ്പെട്ടവർ തള്ളിക്കളഞ്ഞ സ്ഥാനത്താണ് കർത്താവിനെ കൊണ്ടുവന്നത് എന്നവന് അറിയാമായിരുന്നു. എല്ലാം അറിയാമായിട്ടും ആ കല്യാണ വസ്ത്രത്തെ അവൻ നശിപ്പിച്ചു. അതുകൊണ്ടാണ് അവന് ഉത്തരമില്ലാതെ പോയത്. അബദ്ധത്താൽ ഏതെങ്കിലും സംഭവിച്ചതാണെങ്കിൽ അവന് പറയാമായിരുന്നു. എലിശാവോടുകൂടെ വന്നതായ വേലക്കാരൻ അബദ്ധത്തിൽ കോടാലി ഊരി വെള്ളത്തിൽ പോയപ്പോൾ അവൻ നിലവിളിച്ചു, അയ്യോ യജമാനനെ, എൻ്റെ അബദ്ധത്താൽ, എൻ്റെ ശ്രദ്ധാക്കുറവ് മുഖാന്തരം ആപ്പ് ഊരിയത് കൊണ്ട് കോടാലി വെള്ളത്തിൽ പോയി. എന്നാൽ വസ്ത്രമില്ലാതിരുന്നിട്ടും ഇവന് ഒരു കുറ്റബോധവും ഉണ്ടായില്ല. വസ്ത്രമില്ലാതിരുന്നിട്ടും അതിനെക്കുറിച്ച് ഒരു ഗൗരവവും അവനുണ്ടായില്ല. അവൻ ആ കല്യാണ വീട്ടിൻ്റെ അകത്ത് വസ്ത്രമില്ലാതിരിക്കുകയാണ്. രാജാവ് അവനെക്കുറിച്ച് 13-ാം വാക്യത്തിൽ തൻ്റെ ദാസന്മാരോട് പറഞ്ഞു, രാജാവ് ശുശ്രൂഷക്കാരോട് ഇവന് കയ്യും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളയുക. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് 14-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. പ്രിയ ദൈവമക്കളെ, രാജാവിൻ്റെ കല്യാണം ഒരുക്കപ്പെട്ടു കഴിഞ്ഞു. നാം വിളിക്കപ്പെട്ടവരാണോ, തിരഞ്ഞെടുക്കപ്പെട്ടവരാണോ? നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ജാഗ്രതയോട് കാക്കപ്പെടേണ്ടതാണ്. നമ്മളെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നാം മനസ്സിലാക്കണം. നിസ്സാരമല്ല രക്ഷകെന്ന് പറയുന്നത്. രക്ഷകെന്ന ഈ ദൈവത്തിൻ്റെ ദാനത്തെ നശിപ്പിച്ച് കളയാതെ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ അവകാശികളായി നാം തീരണം. ഭക്തൻ പറയുകയാണ്, ദൈവത്തിൻ്റെ വചനം പറയാണ്, വിളിക്കപ്പെട്ടവർ അനേകർ, എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. 2-3 ഉദാഹരണം വേഗത്തിൽ പറയാം. ഒരേ അമ്മയുടെ ഉദരത്തിൽ ജനിച്ച, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന കുടുംബത്തിൽ ജനിച്ച വാഗ്ദത്തമുള്ള ഒരു തലമുറയാണ് അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിൻ്റെ മകൻ യാക്കോബും യേശാവും. ഇസഹാക്ക് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി, റെബേക്ക പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി. പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളിൽ, പ്രതിഷ്ഠയുള്ളവരിൽ, ദൈവത്തോട് ഉടമ്പടിയുള്ളവർക്ക് ജനിച്ച 2 മക്കൾ. അതിൽ യേശാവിനെ ദൈവം തള്ളി, യാക്കോബിനെ ദൈവം തിരഞ്ഞെടുത്തു. എന്തുകൊണ്ട് യേശാവിനെ തള്ളി? എന്തുകൊണ്ട് യാക്കോബിനെ തിരഞ്ഞെടുത്തു? ഒരു ചോദ്യം. ദൈവത്തിന് പക്ഷപാതമുണ്ടോ? ദൈവം പക്ഷപാതമുള്ളവനാണോ? ഇല്ല, ഇല്ല, ഇല്ല. ദൈവത്തിന് പക്ഷപാതമില്ല. പിന്നെ എന്തുകൊണ്ട് യാക്കോബിനെ തിരഞ്ഞെടുത്തു, യേശാവിനെ വെറുത്തു, യേശാവിനെ തള്ളിക്കളഞ്ഞു? ഒരു വാക്ക് പറഞ്ഞാൽ, യേശാവിൻ്റെ ഹൃദയം ദൈവത്തോട് പറ്റിയിരുന്നില്ല. ദൈവം നൽകിയ അവസരങ്ങളെ അവൻ തള്ളിക്കളഞ്ഞു. ദൈവത്തിൻ്റെ വിളി അവൻ കൂട്ടാക്കിയില്ല. അവൻ ദൈവത്തിൻ്റെ പദ്ധതിക്ക് ശ്രദ്ധയുള്ളവനായിരുന്നില്ല. ശ്രേഷ്ഠ അവകാശമെന്ന് പറയുന്നത് ദൈവത്താൽ നൽകപ്പെട്ട അനുഗ്രഹമാണ്. അതിനെ അവൻ തള്ളി നിരസിച്ചു. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ യാക്കോബ് തിരഞ്ഞെടുക്കപ്പെട്ടു, യേശാവ് തള്ളപ്പെട്ടു. ഒരേ അമ്മായിയമ്മയുടെ മരുമക്കളാണ് 2 പേർ, ഓർബയും റൂത്തും. 2 പേരുടെ ഭർത്താക്കന്മാരും ഒരുപോലെ മരിച്ചുപോയി. എന്നാൽ ഓർബ ഈ ലോകത്തെ തിരഞ്ഞെടുത്തു, റൂത്ത് ദൈവത്തെ തിരഞ്ഞെടുത്തു. അതുകൊണ്ട് വിളിക്കപ്പെട്ട ഓർബ നഷ്ടപ്പെട്ടു പോയി. തിരഞ്ഞെടുക്കപ്പെട്ട റൂത്ത് മുഖാന്തരം വലിയൊരു അനുഗ്രഹം, ദേശങ്ങൾക്ക് മാതാവായി രക്ഷകനായ യേശുവിനെ ഈ ലോകത്തിൽ കൊണ്ടുവരത്തക്ക നിലയിൽ റൂത്തിനെ ദൈവം അനുഗ്രഹിക്കുവാനിടയായി. ഈ കാലഘട്ടത്തിൽ വിളിക്കപ്പെട്ടവരുടെ നിറയിൽ നാം നിൽക്കണ്ട, അതിനപ്പുറമായി തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സ്ഥാനത്ത് നാം വരണം. നമ്മുടെ സ്ഥാനം തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലത്തിലായിരിക്കട്ടെ. നാം എന്താ തിരഞ്ഞെടുക്കുന്നത്? തിരഞ്ഞെടുക്കുമ്പോൾ നാം എന്തൊക്കെ പ്രത്യേകത നോക്കും? ഒന്ന് ശ്രദ്ധിച്ച്, ഒരു പച്ചക്കറി കടയിൽ ചെന്ന് പച്ചക്കറി മേടിക്കുവാണെങ്കിൽ വലിച്ചു വാരി മേടിക്കത്തില്ല, തിരഞ്ഞെടുക്കും.
തുണിക്കടയിൽ ചെന്ന് സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ അവർ തരുന്നത് വാങ്ങിക്കൊണ്ട് നാം വരത്തില്ല, തിരഞ്ഞെടുക്കുവാൻ നമുക്കൊരു മനസ്സുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ അപ്പൻ തിരഞ്ഞെടുക്കുന്ന ഒരു ദിവസമല്ലേ? അപ്പൻ നല്ലതിനെ തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ പുറമെയുള്ള നല്ലതല്ല, ഹൃദയത്തെ ദൈവം കാണുന്നു. ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവ ദൈവത്തെ കാണും. ശമൂവേൽ പ്രവാചകനോട് ദൈവം പറഞ്ഞു, മനുഷ്യർ പുറമേ ഉള്ളത് കാണുമ്പോൾ ദൈവമോ അകമേ ഉള്ളത് കാണുന്നു. അനുസരണം, ഹല്ലേലൂയ, കമ്മിറ്റ്മെന്റ്, സമർപ്പണം, താഴ്മ, വിനയം, ഇതെല്ലാം ദൈവം കാണുകയാണ്. കല്യാണ വസ്ത്രവും ദൈവം നമുക്ക് തരുവാൻ ഒരുങ്ങിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, വിളിക്കപ്പെട്ടവർ അനേകർ, തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. താങ്കളുടെ കുടുംബം തെരഞ്ഞെടുക്കപ്പെട്ട ലിസ്റ്റിലിരിക്കണം. താങ്കളുടെ മക്കൾ തെരഞ്ഞെടുക്കപ്പെട്ട ലിസ്റ്റിലിരിക്കണം. ഈ സന്ദേശം കേൾക്കുന്ന ഒരുവരും നശിച്ചു പോകാതെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നാം നിന്നാൽ അത് സന്തോഷമാണ്. നമുക്ക് വേണ്ടി നല്ലൊരു ഭവനമപ്പൻ പണിതുകൊണ്ടിരിക്കുന്നു. ആ ഭവനത്തിലേക്ക് പോകാം. തെരഞ്ഞെടുക്കപ്പെട്ട നിലയിലായിരിക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. സന്ദേശം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. രോഗികളുണ്ടെങ്കിൽ രോഗമുള്ള സ്ഥലങ്ങളിൽ കൈവയ്ക്കുക, പ്രാർത്ഥിക്കുക. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. കുടുംബഭാര പ്രശ്നങ്ങൾ പോരാട്ടങ്ങളിലായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. രക്ഷയിൽ നിന്ന് പിൻവാങ്ങിപ്പോയവരാരെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷയുടെ വസ്ത്രം ദൈവം വീണ്ടും തരട്ടെ. രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രക്ഷ സൗജന്യമായ ദൈവം നൽകുന്നു. അപ്പാ, ഞാൻ അങ്ങേ സ്വീകരിക്കുന്നു എന്ന് ആത്മാർത്ഥമായി പറയുക. താങ്കളുടെ കുടുംബത്തിനൊരു മാറ്റമുണ്ടാകും. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ പകൽക്കാലം അങ്ങയുടെ വചനത്തിന് മുൻപിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. വിളിക്കപ്പെട്ടവർ അനേകരാണല്ലോ. വിളിക്കപ്പെട്ടവരുടെ സ്ഥാനത്തിൽ ഞങ്ങൾ നിന്ന് ഹല്ലേലൂയ പലവിധമായ ഒഴിവുകൾ പറഞ്ഞ് ദൈവത്തിൻ്റെ രാജ്യത്തെ തള്ളിക്കളയാതെ, അർഹതയില്ലെങ്കിലും യോഗ്യതയില്ലെങ്കിലും ഹല്ലേലൂയ ഒരു അവകാശവുമില്ലെങ്കിലും ദൈവം വിളിച്ചപ്പോൾ ദൈവരാജ്യത്തിന് വേണ്ടി ഓടി വന്ന ആ കൂട്ടത്തെ പോലെ കല്യാണ വസ്ത്രമുള്ളവരായി ഒരുക്കമുള്ളവരെ നിൽക്കുവാൻ ദൈവം സഹായിക്കണം. രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ കൃപ നൽകിയാട്ടെ. രോഗികളായ ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. ജീവിതത്തിൽ അടഞ്ഞ വടികളുടെ നടുവിലിരിക്കുന്നവരെ ദൈവം വിടുവിക്കണം. സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ പൊതിയണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം കേട്ട നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിലപ്പെട്ട അനുഭവ സാക്ഷ്യങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ, അഭിപ്രായങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാം. ആമേൻ. താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരുക്കമാണ്. കർത്താവ് താങ്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.